നമസ്കാരം കണ്ണൂർ വിഷൻ ചാനൽ. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. അങ്ങനെ പ്ലസ് ഓർ മൈനസിൻ്റെ എപ്പിസോഡ് ഒരുപാട് മത്സരാർത്ഥികൾക്കൊക്കെ സമ്മാനങ്ങൾ നൽകി, പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നൽകിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യോത്തരങ്ങളൊന്നുമില്ലാത്ത ഒരു സുന്ദരമായിട്ടുള്ള ഗെയിം ഷോ. നിങ്ങൾക്കുള്ള 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അത് ഗ്രീൻ സൈപ്പർ മാർക്കറ്റുമായിട്ടാണ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ എന്താ പറയുക, ഈ ഒരു ദിവസം ഒരുപാട് ദൂരസ്ഥലത്ത് നിന്ന് പോലും ഒത്തിരി പേര് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്. അതിൻ്റെ കണ്ണൂരുള്ള ഒരു ബ്രാഞ്ചിൽ നിന്നാണ് ഞങ്ങൾ എപ്പിസോഡുകളൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5500 അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷേ 5300 സംതിങ് രൂപ വന്നപ്പോൾ അവർക്ക് ഗെയിമിൽ നിന്ന് ഔട്ടായിപ്പോയി. അതില്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. എന്തായാലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഇനിയും പുതിയ എന്താ പറയുക വിജയികളൊക്കെ ഈ ഒരു പ്രോഗ്രാം പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പരിപാടി തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൂടെ ആരംഭിക്കുകയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ടീം അംഗങ്ങൾ മത്സരിക്കാൻ വേണ്ടി ടീം അംഗങ്ങൾ അങ്ങനെ റെഡി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. പരിചയപ്പെടാനുണ്ട്, വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്, അതോടൊപ്പം തന്നെ ആ സമയത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും സ്വാഗതം പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് കണ്ണൂർ വിഷൻ ചാനലിലെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, സുഖമായിരിക്കുന്നു? സുഖം. അപ്പോൾ സാധാരണ പൊതുവെ പർച്ചേസിംഗ് ഒക്കെ നമ്മൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ തന്നെയാണോ ചെയ്യാറ് പൊതുവെ? എന്നുവെച്ചാൽ കുറച്ച് ബൾക്കായിട്ടുള്ള പർച്ചേസ് ഒക്കെ വരുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കടകളിലൊന്നും കയറി ഇറങ്ങാതെ എല്ലാം നമുക്കൊരു സ്ഥലത്തുനിന്ന് കിട്ടുന്ന A to Z കാര്യങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ് സൂപ്പർ മാർക്കറ്റ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എങ്ങനെയുണ്ട് പൊതുവെ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ? കണ്ണൂരിപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കുന്നതാണെങ്കിൽ ഞാൻ അധികം ഗ്രീൻസ് തന്നെയാണ് ചെയ്യാറ്. ഒന്നുകിൽ ക്യാപിറ്റൽ മാൾ അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്നത്. സാധാരണ പർച്ചേസിംഗിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. ഈ സ്ത്രീകളുടെ കൂടെ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് പോസ്റ്റായി പോകാറുണ്ട്. അവരുടെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പർച്ചേസിംഗ് ആണ്. ഇവിടെ എങ്ങനെ ഇഷ്ടമായോ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പർച്ചേസിംഗ്? വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ. ഈ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ? ചില സമയത്തൊക്കെ ഓഫേഴ്സ് ഒക്കെ പൊതുവെ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങാറുണ്ട് അല്ലേ? ഓക്കെ. പേരെന്താണ്? ദിയ. എത്രയിൽ പഠിക്കുന്നു ദിയ? ജിയ. എത്രയിൽ പഠിക്കുന്ന ജിയ? മറന്നുപോയോ ആള്? എത്രയിൽ പഠിക്കുന്നു പെട്ടെന്ന് പറ. UKG യിലാണോ പഠിക്കുന്നത്? എവിടെ പഠിക്കണു? നാട്ടിൽ തന്നെയാണോ പഠിക്കുന്നത്? എവിടെയാ? SN വിദ്യാഭവൻ. ഓക്കെ. സാറിന്റെ പേരെന്താണ്? സുഗിത്. എന്ത് ചെയ്യുന്നു സാർ? ഞാൻ IT ഫീൽഡിലാണ്. എവിടെ? കണ്ണൂർ തന്നെയാണോ? അല്ല, കണ്ണൂർ ഉണ്ടായിരുന്നു, ഒരു 6 കൊല്ലത്തോളം കണ്ണൂർ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ ദിനേശ് IT. ഇപ്പോൾ ബാംഗ്ലൂർ ഗ്രേനി എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് മാറി. ബാംഗ്ലൂരേക്ക് മാറിയിട്ട് ഇപ്പോൾ എത്രയും ഒരു 5 months. ഓക്കെ. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒരുപാട് മാറ്റമുണ്ട്. ബാംഗ്ലൂർ കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ മാറ്റമുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് പൊതുവെ അവിടുത്തെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, ഒരു കൾച്ചർ എങ്ങനെയാണ്? അവിടെ ഞാൻ അങ്ങനെ പർച്ചേസിനൊന്നും പോയിട്ടില്ല, കാരണം വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു. അപ്പോൾ 1 വീക്കോ അല്ലെങ്കിൽ മാക്സിമം 1 വീക്ക് അവിടെ നിൽക്കാറുള്ളൂ. അപ്പോൾ അവിടെ പർച്ചേസിംഗിനൊന്നും വലിയ ഫുഡൊക്കെ അപ്പോൾ പൊതുവെ എങ്ങനെ മെസ് അങ്ങനെയാണ്? മെസ്സാണ്. നമുക്കൊന്നും അറിയണ്ടല്ലോ. ചെന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോളിടെക്നിക്കിൽ ഗസ്റ്റ് ലെക്ചറാണ്. അവിടെ എത്ര വർഷമായി? അവിടെ ഒരു വർഷം. പേര് പറഞ്ഞില്ല. ശ്രുതി. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ 2 ട്രോളി ഉണ്ട്. ഓക്കെ. ഈ 2 ട്രോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ടീമാണ്. ഓക്കെ. അപ്പം ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു സമയം തരാം. 5 മിനിറ്റ് സമയം നമ്മുടെ ടീം അംഗങ്ങൾ നിങ്ങളുടെ കൂടെ വരും. ഈ 5 മിനിറ്റിൽ നിങ്ങൾക്ക് 2 വേറെ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ. അവിടെ ഒരു ബോളിൽ ഞങ്ങളൊരു റേറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഈ 5 മിനിറ്റ് സമയം കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വരാം. സെയിം സാധനങ്ങൾ, സെയിം കമ്പനിയുടെ സെയിം പ്രൊഡക്റ്റിൽ വന്നാൽ അത് ഗെയിം ഔട്ടാവും. ഓക്കെ. ബാക്കി വരുന്ന സാധനങ്ങളുടെ MRP ആണ് നോക്കുക, ഡിസ്കൗണ്ട് റേറ്റ് അല്ല. MRP റേറ്റ് നോക്കിയിട്ട് ടോട്ടൽ വരുന്ന റേറ്റ് ഉണ്ടാവില്ല, അതും ആ ബോക്സ് എഴുതിയിരിക്കുന്ന റേറ്റിൽ വരും. നമ്മളത് നോക്കിയിട്ട് ഏകദേശം അത് എന്തായാലും ഒരു 5000 അങ്ങനെയൊക്കെ ആയിരിക്കും റേറ്റ് വരുന്നത്. ഓക്കെ. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം, ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം. പക്ഷെ നിങ്ങൾ പല തുള്ളിപ്പരുവൾ എന്ന് പറയുന്ന പോലെ ചെറിയ പ്രോഡക്റ്റ് മാക്സിമം എടുക്കാൻ നോക്കിയാൽ 10 കിലോയുടെ അരിയുടെ ചാക്കെടുത്ത് വരരുത്. തിരിച്ച് കൊണ്ടുവെക്കാൻ ഒത്തിരി പണിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് ഗുണം എടുക്കാം. ചെറിയ കുഞ്ഞു പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എടുക്കാം. അപ്പം മോളുടെ ആരുടെ കൂടെ പോകണം? അമ്മേനോട് കൂടെ. നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ മതി. സാവധാനം നോക്കി എടുക്കാം. അതൊരു പ്രശ്നമാണല്ലേ? ശരി. അപ്പം നിങ്ങൾക്കുള്ള ട്രോളി വരും. അപ്പം നിങ്ങൾക്ക് 2 പേർക്കുള്ള ട്രോളി ഇവിടെ റെഡിയാണ്. ചേച്ചി ഇപ്പുറത്തെ ട്രോളി സെറ്റ് ചെയ്തോളൂ, ഇപ്പുറത്തെ ട്രോളി നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. ഓക്കെ. 5 മിനിറ്റാണ് സമയം തരുന്നത്. ഓക്കെ. 5 മിനിറ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് എൻട്രി, അവിടെ നിന്നാണ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പോവാം. അപ്പോൾ 5 മിനിറ്റ് സമയം. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം പർച്ചേസ് ചെയ്യും. മാക്സിമം എന്ന് പറഞ്ഞാൽ റേറ്റ് ഒന്ന് ആലോചിക്കണം കേട്ടോ. നിങ്ങൾ 2 പേരെ റേറ്റ് നോക്കി ആലോചിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്
പ്ലസ് ഓർ മൈനസ് കണ്ണൂർ വിഷൻ ചാനൽ ചേർന്ന് അവതരിപ്പിക്കുന്ന പ്ലസ് ഓർ മൈനസിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഓൺ സ്റ്റാർട്ട്. 5 4 3 2 1 0. അപ്പോൾ പർച്ചേസ് ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് തിരിച്ച് ഇവിടത്തേക്ക് തന്നെ വരണേ, ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇവർ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് വെൽ പ്ലാനിങ് ആയിട്ടാണ് സംഭവം പർച്ചേസ് ചെയ്തത്. അവൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവൾ എടുക്കുന്ന സാധനമൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതാണല്ലേ? അപ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തേട്ടോ. ആൾ എടുക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് കൗണ്ട് ചെയ്യാം. സെയിം അഥവാ ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗെയിം ഒന്ന് ഔട്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ചേട്ടൻ്റെ സാധനം നമുക്കൊന്ന് കൗണ്ടറിനെടുത്ത് വന്നിട്ട് നമുക്ക് നോക്കാം. തുടങ്ങാം. റേറ്റിന്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 4888 രൂപയുടെ സാധനമാണ് ചേട്ടൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ എത്രയാണ് നമുക്ക് നോക്കാം. റെഡി, വെച്ചു കൊടുത്തോ.
എത്ര പൈസയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്? 4994. കുറച്ച് കൂടുതലായിട്ട് 4900. അപ്പോൾ ടോട്ടൽ എത്ര പൈസയുടെ റേറ്റ്? 9882. 82. ഓക്കെ, രണ്ടുപേരും ചേർന്നിട്ട് 9882 രൂപയുടെ തലവിറ്റല്ലേ 9882 രൂപയുടെ സാധനമാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് ഇതിലുള്ള ഒരു റേറ്റ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ചേട്ടൻ തന്നെ നോക്കിക്കോളൂ. ഒരു റേറ്റ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 9882 രൂപയുടെ സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനി എത്ര റേറ്റാണ് എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. 9888. ഒറ്റക്കാൻ നോക്കുമായിരുന്നു അല്ലേ? 4100 to 4450 രൂപ എന്നാണ് ഇവർ ടീം എഴുതിയിട്ടിരിക്കുന്നത്. ഇവർ പർച്ചേസ് ചെയ്തത് 9882. കുഴപ്പമില്ല, നല്ല പർച്ചേസിംഗ് ആണ് കേട്ടോ. കുഴപ്പമില്ലാത്ത പർച്ചേസിംഗ് ആണ്. നന്നായിട്ട് മത്സരിച്ചു കേട്ടോ, ഗംഭീരമായിട്ട് മത്സരിച്ചു. മോളതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോൾ എന്തായാലും ഇവർ ഗെയിമിൽ നിന്ന് ഔട്ടായി. പക്ഷേ ഇവർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമാണ് ഇത്. മത്സരിച്ചില്ലേ, വാങ്ങിച്ചു കേട്ടോ, പ്രോത്സാഹന സമ്മാനം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം എപ്പോഴാണ് തിരിച്ച് ബാംഗ്ലൂരേക്ക്? ഞാൻ നെക്സ്റ്റ് നാളെ തന്നെ പോകുന്നു. നെക്സ്റ്റ് നാളെ അല്ലേ? അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ രാത്രി പോകും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. നമസ്കാരം, പേരെന്താണ്? പ്രത്യുഷ്. എവിടെ സ്ഥലം? എവിടെ പ്രത്യുഷ? താവക്കര. എവിടെ? താവക്കര. ഓക്കെ, അടുത്തടുത്ത വീട്ടുകാരാണ്? ഒരുമിച്ച് പഠിക്കുന്നവരാണ്? എങ്ങനെയാണ്? വീട്ടുകാരാണ്. ശരി. എന്ത് ചെയ്യുന്നു കൂട്ടുകാരൻ? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കും. എവിടെ പഠിക്കുന്നു? ഞാൻ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പം ഇപ്പം ഈ ഒരു നവരാത്രി വെക്കേഷനുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വന്നതാണോ? അല്ല, നാട്ടിലേക്ക് വന്നതാണ്. ഇപ്പം തിരിച്ചതിന് എപ്പോഴും പോകും? തിരിച്ചിനി 16-ാം തീയതി. യാത്ര ഭയങ്കര ഇഷ്ടമാണ്. യാത്ര നല്ല ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും എറണാകുളത്തേക്ക് ബൈ റോഡ് മാർഗം ബൈക്കിൽ എങ്ങനെ പോയിട്ടുണ്ട്? 2 തവണ പോയിട്ടുണ്ട്. 2 തവണ പോയിട്ടുണ്ട്. കൂടുതൽ ഇഷ്ടം ബൈക്ക് വഴി പോകുന്നതാണ് അല്ലെങ്കിൽ ട്രെയിൻ? എങ്ങനെയാണ്? കൂടുതൽ ഇഷ്ടം ട്രെയിൻ വഴി പോകുന്നതാണ്. അപ്പോൾ രാവിലെ പുറത്ത് ഇവിടുന്ന് പോകും? ജനശതാബ്ദിക്ക് പോകാറുണ്ട്. ഓക്കെ, കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു? മീൻകുന്ന് സ്കൂളിൽ പഠിക്കുന്നു. ഓക്കെ, ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? ഹ്യൂമാനിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കിംബദന്തി കേട്ടു, മീൻകുന്ന് വീണ്ടും പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലോ? ആൾക്കാർ ആൾക്കാരുണ്ടോ? അല്ല, ഞാൻ കണ്ടിട്ടില്ല, ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഓക്കെ, വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു മീൻകുന്ന് മാത്രം തോടെ പുലി ഇറങ്ങുന്നത്. കാരണം മുന്നേ ഒരിക്കൽ ചാൽ ബീച്ചിലൊക്കെ ചാൽഭാഗത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? പഠിത്തം നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളി. ഈ മെക്കാനിക്കൽ ഈ ഒരു സംഭവം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഫീൽഡിൽ തന്നെ പോകണമെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തെടുത്തു. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ITI. അവിടെ. ഗവൺമെൻറ്. അപ്പം സാധാരണ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ക്രീൻസിൽ പൊതുവെ വരാറുണ്ടോ? പൊതുവെ വരാറുണ്ട്. നമ്മൾ ഈ ലുലു ഒക്കെ കണ്ട ഒരു കാഴ്ചയാണല്ലോ. അപ്പോൾ എങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രീൻസ് എങ്ങനെ തോന്നുന്നു? ഗ്രീൻസിന് കുറേ എല്ലാ ജില്ലയിലും ഓരോ ബ്രാഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ഗ്രീൻസിനെ സെലക്ട് ചെയ്തു. ഇങ്ങനെ അവിടുന്ന് മീൻകുന്ന് ഭാഗത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ? ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നൊക്കെ വരാറുണ്ടോ? ഇപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തൊക്കെ സാധനങ്ങളൊക്കെ? പർച്ചേസിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശരി, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് 2 ട്രോളി ഉണ്ട്. 2 സൈഡിലേക്കാണ് പോകേണ്ടത്. ഒരേ വഴിയിൽ സഞ്ചരിക്കരുത്, വേറെ വഴിയിൽ സഞ്ചരിക്കുക. 5 മിനിറ്റ് കൊണ്ട് സാധാരണ മാക്സിമം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ വരെ നമ്മളവിടെ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഒരു റേറ്റ്. ഓക്കെ, അപ്പോൾ അത് വെരി ബെസ്റ്റ്. അപ്പോൾ ഇവിടുന്ന് ടൈം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 5 മിനിറ്റ് സമയമാണ്. ക്യാമറ ടീം നിങ്ങളുടെ കൂടി ഉണ്ടാവും. നിങ്ങളോട് പറയുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 5, 4, 3, 2, 1, 0. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇവിടത്തേക്ക് തന്നെ വാട്ടോ. ഓക്കെ.
അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് ഇവർ മാക്സിമം സാധനം, അതായത് ഇവിടെ കുറച്ച് പർച്ചേസ് ചെയ്ത സാധനം കുറച്ച് കുറവാണ്, തന്ത്രപരമായിട്ട് കളിച്ച് കുറച്ച് സാധനം കുറവാണ്, ഇപ്പം അല്പം കുറച്ച് കൂടുതലാണ്. ഇനിയിപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സെയിം പ്രോഡക്റ്റുകളാണെങ്കിൽ ഇത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന സാധനങ്ങളുടെ MRP റേറ്റ് ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് ബാക്കി വരുന്ന റേറ്റ് ഉണ്ടല്ലോ, ടോട്ടൽ വരുന്ന റേറ്റ് എത്രയാണുള്ളത് നോക്കിയതിന് ശേഷമാണ് ബാക്കി വിജയി ആരെന്നൊക്കെ നോക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സാധനം എടുത്ത് വെച്ചോളൂ, അങ്ങനെ എടുത്ത് വെച്ചോളൂ. ഇപ്പം പുള്ളിക്കാരൻ എടുത്തിരിക്കുന്ന റേറ്റ്, ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആള് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയായി? 1726. 1726 താങ്കൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. ഇനി നോക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 1726 രൂപയുടെ പർച്ചേസിംഗ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെയ്തിരിക്കുന്നത്. പേരും ചേർന്നിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 4321 രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും ചേർന്നിട്ട് 4321 രൂപയുടെ പർച്ചേസിങ്. ഇദ്ദേഹം കുറച്ച് കൂടുതലാണ് അല്ലേ, ഇദ്ദേഹം കുറച്ച് കുറവാണ്, 1000 സംതിങ് വന്നിട്ടുള്ളൂ. പക്ഷേ ടോട്ടൽ 4321 രൂപയുടെ പർച്ചേസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഇനി വേണ്ടത് നമ്മൾ ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 4321 ഏതിനും നടുക്ക് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സമ്മാനമുണ്ട്. ഓക്കെ, ഇതാരും നോക്കുന്നു? ഓക്കെ, നോക്കിക്കോളൂ. 4321 എന്നുള്ള റേറ്റിലാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആൻവലപ്പിൻ്റെ ഉള്ളിൽ ഒരു റേറ്റ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ റേറ്റ് എത്രയാണെന്ന് നോക്കൂ. അയ്യടാ, ജസ്റ്റ് മിസ് അല്ലേ. 5500 to 5850 രൂപ എന്നാണ് എഴുതിയിരുന്നത്. താങ്കൾ കുറച്ചും കൂടി സാധനം പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ സാധനം സെറ്റ് ആയി പോയിരുന്നു അല്ലേ. ഒരു 4 റെഡ് ബുള്ളും ഇതൊക്കെ എടുത്തിരുന്നെങ്കിൽ റെഡി ആയി പോയിരുന്നു അല്ലേ. 5500 to 5850 രൂപ എന്നാണ് ഞങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത്. പക്ഷേ 4800 സംതിങ് രൂപയാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, സന്തോഷം. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. പരിപാടിയിൽ പങ്കെടുത്തു, സന്തോഷം. എന്തായാലും ഞങ്ങളുടെ ഈ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന സമ്മാനം 2 പേർക്കുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് 2 പേർക്കുള്ള പ്രോത്സാഹന സമ്മാനം ഇതാ. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൽ പങ്കെടുത്തതില്ല ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ സാധനത്തിൻ്റെ പൈസയൊക്കെ കൊടുത്താ? എല്ലാം കൊടുത്തല്ല, കഴിഞ്ഞല്ല, ബേഷാണല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു വീട്ടിലുള്ളൊരു സാധനം, അത് എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അത് വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിരിക്കും, കാണാൻ ബ്യൂട്ടി ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ഈ ലൈസ് എന്നൊക്കെ പറയുന്നത്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ ലൈസ്. നല്ല നാനാവർണ്ണങ്ങളുള്ള ലൈസിൻ്റെ പാക്കറ്റൊക്കെ അത് ഇത് രസമായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ഷോറൂമിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റുകളും വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് അവർ ഇത് തയ്യാറാക്കി വെച്ചു എന്നുള്ളതാണ് ഒരു കളർഫുൾ, നമ്മുടെ ഒരു കല്യാണ വീട്ടിലൊക്കെ കയറുന്ന അത്രയും മനോഹാരിതയുള്ള ഒരു എന്താ പറയുക ഒരു ഷോറൂം, അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമുക്ക് ഈ ഒരു ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ. അപ്പോൾ എന്തായാലും ആഗ്രഹമുള്ളവരൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് ചോദ്യോത്തരങ്ങളൊന്നുമില്ലാത്ത ഒരു ഗെയിം ഷോ. സമ്മാനങ്ങൾ, നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാണ്, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സമ്മാനങ്ങൾ. ആ 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.